ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ലെങ്കിൽ അയാൾ ഷൂട്ടിന് പോയി അവിടെ നിൽക്കാമല്ലോ. എത്രയോ ദിവസം ഹോട്ടൽ റൂമുകളിൽ നിൽക്കാം. ഒരു ദിവസം പുള്ളി നിൽക്കത്തില്ല ഷൂട്ടില്ലെങ്കിൽ. പുള്ളി ഓടി വരും എന്നെ കാണാൻ. രേണുസുതി കൊടുത്ത ഇന്റർവ്യൂവിന്റെ കുറച്ച് കാര്യങ്ങള്, ഈ തള്ളയ്ക്ക് നാണോ മാനോ ഉളുപ്പൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതാ. അതുണ്ടായിരുന്നെങ്കിൽ ഇമാതിരി ഇവര് സംസാരിക്കത്തില്ല. ആ ഇന്റർവ്യൂവിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കൊന്ന് പറയാം. അസുഖല്ലേ, ആ സ്ത്രീയെ വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് അസുഖമാണ്, അവരെ വെറുതെ വിട്ടേക്കാം, ഇനി സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല. ആ പെണ്ണും പിള്ള വിചാരിക്കണം, ഇനി എന്നെ കുറിച്ച് ആൾക്കാർ മോശം പറയാതിരിക്കണം, ഞാൻ ഇന്ന പോലെ ഒരു അസുഖത്തിലാണ്, ഞാൻ അത് വെച്ചിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം എന്നുള്ളത് അവര് വിചാരിക്കണം. അല്ലാതെ ചാനലുകാരെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഇമാതിരി തെണ്ടിത്തരം വിളിച്ചു പറയുന്ന ഇവർക്കൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കിട്ടുമായിരിക്കുന്ന പൈസ. നീ ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദം ഉണ്ടോ? അവള് കൊച്ചിനെ ഇട്ട് കൊടുത്തി. ഞാൻ ചോദിക്കട്ടെ, അവന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ട് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കും? കാരണം ഇത്രയും എന്താ പറയാ, കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്, മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം. അതുകൊണ്ട് അവന് ഓരോരുത്തർക്കും കൊടുക്കുന്നതില് അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കുന്നതിൽ അവന് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നതിൽ നിങ്ങൾക്കും കാശ് കിട്ടുന്നില്ലേ? അല്ലാണ്ട് പുണ്യപ്രവർത്തിക്കൊന്നും അല്ലല്ലോ നിങ്ങൾ ആൾക്കാരെ അങ്ങോട്ട് വിളിച്ചിട്ട് അയ്യോ എന്റെ ഇന്റർവ്യൂ എടുക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത്. കാശ് വാങ്ങിച്ചിട്ട് തന്നെയല്ലേ. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പുണ്യപ്രവർത്തി, ബാക്കിയുള്ള ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റുവാണോ? അത് എവിടുത്തെ ന്യായമാ? ഇദ്ദേഹത്തോടുള്ള ഒരൊറ്റ ഇതുകൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ജനിപ്പിച്ച രണ്ടാമതൊരു മകനുണ്ട്, ആരും അന്വേഷിക്കത്ത അല്ലെങ്കിൽ ആരും പേര് പറയാത്തൊരു മകനുണ്ട് ഇയാള് ജനിപ്പിച്ച. അങ്ങനെ തന്നെ പറയാ. അയാളെ ജനിപ്പിച്ച രണ്ടാമത്തെ മകൻ ഉണ്ടെങ്കിൽ ആ മകൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വലിച്ചിഴക്കപ്പെട്ടിട്ടില്ല. നിങ്ങളാണ് ഓരോരുത്തരെയും സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ട് കൊടുക്കുന്നത്. നിങ്ങളാണ് മറ്റേ കിച്ചുവിനെ വലിച്ചിട്ട് കൊടുത്തത്. ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ ഇത്ര വയസ്സ് വരെ നോക്കി എന്റെ മകൻ എന്നെ കാണാൻ വന്നില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങളാണ് ഇട്ട് കൊടുത്തത്. അതിന്റെ പിറകെയാണ് അവൻ ആ സബ്സ്ക്രിപ്ഷന്റെ കാര്യവും തൂക്കി പിടിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾക്ക് മര്യാദക്ക് അവനെ വിളിച്ച് ഫോൺ സംസാരിക്കാണെന്നല്ലോ. എന്തുകൊണ്ട് നീ എന്നെ കാണാൻ വന്നില്ല ചോദിച്ചായിരുന്നോ? അത് ചോദിക്കാതെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അത് കൊണ്ടിട്ടു. എന്നിട്ട് ആൾക്കാരുടെ മുന്നിലോട്ട് ആ ചെറുക്കനെ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത് നിങ്ങൾ ആ ചെറുക്കനെ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കാന്നുള്ളത്. ഞാനിപ്പോ ചിത്ര പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറന്നു. ആ കുഞ്ഞിന് ഒരു ഭാവി ഉള്ളതാ, അത് വളർന്നു വരേണ്ടതാ. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ഞാൻ മറച്ചു വെക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്തും ചുണ്ടുകൊണ്ട് ആക്ഷൻ കാണിച്ച സമയത്തൊന്നും ആ ചെറിയ കൊച്ചിന് ഭാവി ഉണ്ട് എന്നുള്ള കാര്യം നിനക്ക് ബോധം വന്നില്ല. അന്നേരൊന്നും നിനക്ക് ആ കൊച്ചിന്റെ ഭാവിനെ കുറിച്ചും ആലോചിക്കേണ്ട, ഒരു തേങ്ങ ആലോചിക്കേണ്ട അല്ലേ? ഇപ്പൊ നിനക്ക് എവിടുന്നാ ഭാവിയുടെ ചിന്ത വന്നേ? ഇപ്പം ഭാവിനെ കുറിച്ച് സംസാരിക്കാൻ എന്താ നാവ്? ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നാളെ ഋതപ്പൻ വളർന്നു വരുന്ന ആ ഒരു ടൈമില് സോഷ്യൽ മീഡിയ കാണുമ്പോ അതിന് ചേച്ചി എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? ഒരു പേടിയില്ല ചിത്ര. എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞ് ഇത്രേ ഉണ്ടെങ്കിലും അവൻ എന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്നെക്കാൾ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ഈ മുടി ഇത് വിൽക്കാണ്. കീമോ തുടങ്ങിയാൽ നമ്മുടെ കൺവീലി പോവും, നമ്മുടെ മുടി മുഴുവൻ പോവും, മുടി എല്ലാം പൊഴിഞ്ഞു പോവും. ഇത് വിഗ്ഗാണ്, വിഗ്ഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. ചേച്ചി അത് ഇട്ടു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെല്ലപ്പം, അതായത് നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നതിന് മുമ്പ് വരെ സഹതാപം സങ്കടം ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വന്നിരുന്ന് നിങ്ങളുടെ നാവിന്ന് വീണ ചില കാര്യങ്ങൾ കണ്ടതോടെ നിങ്ങളോടുള്ള എല്ലാ സഹതാപവും അങ്ങ് ആവിയായിപ്പോയി. എനിക്ക് മാത്രല്ല, നിങ്ങളെ സ്നേഹിച്ചോണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഇതിലൂടെ കണ്ടോണ്ടിരുന്ന ആൾക്കാർക്ക് പോലും ഇപ്പൊ നിങ്ങളോട് ഒരു തേങ്ങയും ഇല്ല. അപ്പൊ ഇത്രയും വിഷമിച്ചിരിക്കുമ്പം ഈ കുഞ്ഞ് എന്നോട് വന്ന് പറയാം, അമ്മയുടെ മുടി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ മോനെ, അമ്മയുടെ മുടി ഇങ്ങനെ ഒരു അസുഖം വന്ന് അമ്മക്ക് ഉവാവ, അപ്പൊ അമ്മയുടെ മുടി ഡിസംബറിൽ വരും. അമ്മ ഇന്നും വന്ന് എന്നോട് ചോദിച്ചു, അമ്മയുടെ മുടി ഡിസംബറിൽ വരുമോ? അമ്മ വരും പോലെ. ആ കുഞ്ഞിന് എന്നോട് സ്നേഹമുണ്ട്,
ഏറ്റ് വെച്ചാ മുഴച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് പണ്ടുള്ളവരൊരു ചൊല്ല് പറഞ്ഞു. ഞാനേ ഈ കുഞ്ഞിനെ, ഈ 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ ഞാൻ എങ്ങനെയാ നോക്കുന്ന ഈ മനുഷ്യനറിയാം, എന്റെ വീട്ടുകാർക്കറിയാം, അയൽപ്പക്കക്കാർക്കറിയാം, എന്റെ ബന്ധുമിത്രാദികൾക്കറിയാം. എന്റെ ബന്ധുക്കള് വീട്ടിൽ വന്ന, എന്റെ ഏതെങ്കിലും ബന്ധുക്കൾ വീട്ടിൽ വന്ന എന്റെ എന്തെങ്കിലും ഫുഡ് ഐറ്റം വല്ലതും കൊണ്ടുവന്ന എന്റെ അമ്മ പറയും, അവന്റെ കൊടുത്ത് അവനൊരു ഇത് വരരുത്, വിഷമം വരരുത്. അങ്ങനെയാണ് ഞങ്ങൾ അവനെ, ഞങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ പോലും അവനെ ഞങ്ങൾ കൊണ്ടു നടന്നത്. അറിയോ? അതൊക്കെ മറന്നാണ് ഇപ്പൊ പെരുമാറുന്നത്. എനിക്കൊന്നും വേണ്ട. കിച്ചു രാഹുൽ സന്തോഷമായിട്ട് ബിസിനസ്സും ചെയ്ത് ബിഗ് ബോസിനും കയറുവാണെങ്കിൽ കയറട്ടെ, എന്തും ആയിക്കോട്ടെ, പൈസ ഉണ്ടാക്കി ജീവിക്കട്ടെ. എനിക്ക് 1 രൂപ തന്നിട്ടില്ല, എനിക്ക് വേണ്ട. ക്യാൻസർ ആയിട്ട് കിടക്കുമല്ലേ, ഒരു വിഷമമുള്ളവരുടെ വിഷമം തീർക്കാനാണോ വന്നത്? ഇവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ഐസിൽ കിടക്കുക, ഇവിടെ വന്നെന്ന് അറിഞ്ഞു. ഏതൊരു പരിസരം നിരീക്ഷിക്കാനോ, ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനോ, അതാണോ വന്നത്? എന്നിട്ട് ഇവരെയൊക്കെ പോയി കാണാൻ പോയിട്ട് വിളിച്ച പോലും അന്വേഷിക്കരുത്. കാരണം വീണ്ടും ഇത് വെച്ച് അവര് തിരിച്ചു കുത്തും. അല്ലാണ്ട് ഈ തേങ്ങ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇവരൊന്നും കാണാൻ പോയിട്ട് വിളിച്ചു പോലും അന്വേഷിക്കാൻ പാടില്ലായിരുന്നു. ഒരു വീഡിയോ ഇറക്കിയല്ലോ അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ. ആ സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസയും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് പൈസ. സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അതും മേടിച്ചിട്ടല്ലേ എന്നെ ഈ കുറ്റം പറയുന്നത്, അല്ലേ? അതും മേടിച്ചിട്ടാണ് എന്നെ കുറ്റം പറയുന്നത്. ആരുടെ ഭാഗത്താ ന്യായം? എനിക്ക് അഹങ്കാരം വന്ന് പറയുന്നവരോട് ചോദിക്കുന്നത്, ആരുടെ ഭാഗത്താ ന്യായം? പൊന്നുപോലെ നോക്കിയതാ ഞാൻ. പൊന്നുപോലെ നോക്കിയതിന്റെ കണക്കൊക്കെ അവന്റെ ഒരു കാറിൽ ഇരുന്നൊരു കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നുപോലെ നോക്കിയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പറയരുത് പൊന്നുപോലെ നോക്കിയ കാര്യം, കേട്ടല്ലോ? പൊന്നുപോലെ എന്തെങ്കിലും ഒരു വളർത്തമ്മ ഒരു നെഗറ്റീവ് ഒന്ന് അടിക്കുവാണെങ്കിൽ പോകത്തില്ലേ? ഇറങ്ങി പോകത്തില്ലായിരുന്നോ? എന്റെ കൊല്ലത്തെ എന്റെ അച്ഛന്റെ വീട്ടുകാർ നോക്കുന്നെങ്കിൽ പോയിട്ടില്ലല്ലോ. എന്റെ കൂടെ തന്നെയല്ലേ 7 വർഷം ഒരുമിച്ച് ജീവിച്ചത്. അമ്മാൻ തന്നെയല്ലേ വിളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഈ 21 വയസ്സായപ്പോഴത്തേന് നമ്മൾ നെഗറ്റീവ് എടുത്ത് നമുക്കിട്ട് നമ്മുടെ വീട്ടുകാരായിട്ട് നമ്മുടെ വീട്ടുകാർക്ക് വൃത്തിയില്ല, നമ്മുടെ വീട്ടുകാരവനെ ഉപദ്രവിച്ചു, നമ്മുടെ വീട്ടുകാർ ഈ മനുഷ്യനെ, എന്റെ ഭർത്താവിനെ ദ്രോഹിച്ചു. ഞങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതൊക്കെ 7 വർഷം ഞങ്ങളോട് സന്തോഷമായിട്ട് ജീവിച്ചെന്ന്. പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല 7 വർഷമായിട്ട്. അയാൾ ഉണ്ടായത് കൊണ്ട് നിങ്ങളുടെ കുടുംബം സന്തോഷമായിട്ട് ജീവിച്ചെന്ന് പറ. കടവും മേടിച്ച് അതും മേടിച്ച് നിങ്ങൾ അയാള് നോക്കി പണിക്കും പോവാതെ നിന്നതാ കുറെ എണ്ണം നിരക്കെ. അതൊന്നും മറക്കരുത്. പറയുന്ന കേട്ടില്ലേ, ഞങ്ങളുള്ളതുകൊണ്ട് അയാള് സന്തോഷത്തോടെ ജീവിച്ചു പോലും. തലേന്ന് മരണസമയത്ത് മരിക്കാൻ പോയ മനുഷ്യനെതിരെ ഓടി എന്നെ കാണാനോ എന്റെ വാവുട്ട എന്ന് പറഞ്ഞ് ഓടി വന്നത്. അവിടെ ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ലെങ്കിൽ അയാൾ ഷൂട്ടിന് പോയാൽ അവിടെ നിൽക്കാമല്ലോ. എത്രയോ ദിവസം ഹോട്ടൽ റൂമുകളിൽ നിൽക്കാം, ഒരു ദിവസം പുള്ളി നിൽക്കത്തില്ല ഷൂട്ടില്ലെങ്കിൽ. പുള്ളി ഓടി വരും എന്നെ കാണാൻ, അല്ലെ എന്റെ മക്കളെ കാണാൻ. ഞാൻ സമാധാനം കൊടുക്കാത്തൊരു ഭർത്താവാണെങ്കിൽ പണ്ടേ ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോകത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞതാ, ഞാൻ കാരണം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ഞാൻ കാരണമല്ല ശ്രമിക്കുന്നത്, അല്ലെ ഞാൻ കാരണമല്ല ഇദ്ദേഹം വേദനിച്ചത്. ഇദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പോഴും എന്റെ കയ്യിലുണ്ടല്ലോ. ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ അതിനകത്തെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ ഇപ്പോഴും കിട്ടുമല്ലോ. വേണ്ട, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് അയച്ച പല വോയിസുകളും ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഇവർ ഈ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കാതെ പല വ്ളോഗേഴ്സിനും ഇതൊക്കെ കൊടുക്കാമല്ലോ. ഇദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും എന്തിനാ മരിച്ചുപോയ ആ മനുഷ്യനെ വെറുതെ വീണ്ടും ഇതാക്കുന്നത് നമ്മൾ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്കിതൊന്നും അറിയാനിട്ടല്ല. ഈ കൊല്ലത്തെ വീട്ടുകാരായിട്ടുള്ള യഥാർത്ഥ പ്രശ്നം ശരിക്കും എന്താ? കാര്യങ്ങളൊന്നുമില്ല, പൈസ കാര്യങ്ങളില്ലാത്തപ്പോ ഞാൻ ചോദിക്കുമ്പോ ഈ പുള്ളിയുടെ ചേട്ടന്റെ വൈഫ് ഇപ്പം ഉള്ള എവരുടെ വല്യമ്മ എന്ന് പറയുന്ന ആളും വല്യച്ഛൻ ഇവരെനിക്ക് 500 രൂപ ഉള്ള കാര്യം, 500 രൂപ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിക്കാനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇല്ലെന്നല്ല, തന്നിട്ട് പറയുന്നതല്ല, തന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നു, തന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല, അവര് തന്നിട്ടുമില്ല. അതിന് എതിർപ്പുണ്ടായിരുന്നു അവർക്ക്. അതിന് ആദ്യമൊക്കെ ഇല്ല, എന്നോട് നേരിട്ടൊന്നും സംസാരിച്ചില്ല, മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ലോകം മുഴുവനും ക്യാൻസർ ആകും. എത്രയോ പേരെന്നെ വിളിച്ചു ചോദിച്ചു ക്യാൻസർ ആണോ, ഒരു മനുഷ്യരെ വിളിച്ചു ചോദിച്ചില്ല. ആങ്കർ എന്തുവാ ചോദിച്ചത്, ഇവരെന്തുവാ പറയുന്നത്? ആങ്കർ ചോദിച്ചത് എന്തുവാണ് അവരുടെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നം, ഇവര് പറയുന്നത് വേറെന്തൊക്കെയോ. ഈ ഇന്റർവ്യൂ ഇവിടെ വെച്ച് ഞാൻ നിർത്തുക. ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന വേറെ വല്ലതൊക്കെ പറയും. ഉളുപ്പുണ്ടോ സ്ത്രീയെ? വല്ലയിടത്തും അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് ദുഷിപ്പ് പറയിക്കാതിരിക്കാനാണ് മാക്സിമം നോക്കേണ്ടത്. ഇവര് ദുഷിപ്പ് പറഞ്ഞാലും ശരി കുഴപ്പമില്ല, എനിക്കും അങ്ങ് വൈറലായിട്ട് നിന്നാ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു
വൃത്തികെട്ട സാധനം. കഷ്ടം. ശരി എന്നാ.